ഹൈ ഗായ്സ്, ഞാൻ അപ്പിലു. ഒരു ഉച്ചയാകുമ്പോ റെയിൽവേ സ്റ്റേഷൻ എത്തി. മംഗലാപുരത്തേക്ക് പോവാണ്, മുംബൈക്ക് പോവാൻ. മുംബൈ പോയിട്ട് വേണം മാത്തേറാനിക്കും പോവാൻ. എങ്ങനെ മാത്തേറാൻ പോയിട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങോട്ട് വായോ ആദ്യം. ഏകദേശം ഒരു 8 മണിക്ക് മുന്നേ തന്നെ നമ്മൾ മംഗലാപുരം എത്തി. നമുക്ക് പോവാനുള്ള ട്രെയിൻ 10:30 ആയതുകൊണ്ട് അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേരള ഹോട്ടലിൽ പോയിട്ട് നല്ല ഫുഡും അടിച്ച്. ഇതാണ് നമ്മളെ കൂടുള്ള ഗൈഡ്. ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കുള്ളൂ. നമ്മളാണെങ്കിൽ കണ്ടതും തൊട്ടതൊക്കെ പള്ളി കയറ്റും. എല്ലാ തിങ്കളാഴ്ചയും ഓടുന്ന ഉദൻപൂർ എക്സ്പ്രസിലാണ് നമ്മള് പോണത്. ഇതാവുമ്പോ ഡൽഹിക്ക് പോണ വണ്ടികളെ പോലെ വലിയ ചൊറയൊന്നുമില്ല. നിറച്ചും സീറ്റും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ഭാഗത്തും പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീച്ചതും കയ്യിൽ ബ്രഷ് ഉണ്ട്, പക്ഷെ പേസ്റ്റ് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിന്റെ പേസ്റ്റും വാങ്ങി പ്രഭാത സൂര്യനോടൊപ്പം പല്ല് തേപ്പ് നടത്തി. തലേന്ന് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതിയില്ലെങ്കിൽ ഇതേപോലെ വടാപ്പാവും കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റാം. ഞാനൊരു 12:30 ആയപ്പോ രാവിലത്തെ ഫുഡ് കഴിച്ച്. അത് കഴിഞ്ഞത് പിന്നെ നമ്മുടെ കോലവും പാവവും ഒക്കെ അങ്ങോട്ട് മാറി തുടങ്ങി. ഒടുക്കത്തെ വെയിലും ചൂടുമാണ്. ബഡ്ജറ്റ് ഒരു വിഷയമാണെങ്കിൽ ഇതേപോലെ പോകുമ്പോ സ്ലീപ്പർ എടുക്കുക. കാരണം എന്തൊക്കെ വന്നാലും നമുക്ക് അവിടെ എത്താനുള്ള എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റിയും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും പോകാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും. വരുമ്പോ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം. വൈകുന്നേരം ഏകദേശം ഒരു 5:30 കൂടി പൻവേൽ അങ്ങനെ എന്തോ പേരുള്ള ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ പിന്നെ ഉറുമ്പരിക്കണ പോലെ ഫുള്ള് ജനങ്ങളായിരിക്കും എല്ലാ ഭാഗത്തും. അതുകൊണ്ട് നമ്മളെ കയ്യിലുള്ളതൊക്കെ നന്നായി സൂക്ഷിക്കുക. ഇവിടുന്ന് നമ്മളെ കൂടെ മാത്തേറാനിക്ക് വരുന്ന ഫാമിലിനെ കണ്ടു. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മാത്തേറാൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിന് മാത്രമുള്ളതല്ല, കുട്ടിയും മക്കളൊക്കെ ഉള്ള ഫാമിലീസിനും പോകാൻ പറ്റും. ഫാമിലിക്ക് ആയിട്ട് പോകുമ്പോ നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റിയ പാക്കേജിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അങ്ങനെ ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ കയറി പണ്ഡിതനോടൊപ്പം നരേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നരേൽ എത്തും മുന്നേ ഞാൻ പർച്ചേസിന് വേണ്ടി വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാ ചെവിന്റെ പാട പൊട്ടും വരെ ഓൺ അടിച്ചിട്ടേ ഇരിക്കും. അങ്ങനെ കുഴപ്പമില്ലാണ്ട് ഒരു പർച്ചേസും കഴിഞ്ഞ് അവിടുത്തെ ഒരു പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറയ്ക്കുന്ന ഫുഡ് സ്ട്രീറ്റിൽ പോയി ഒരു മലയാളി ഹോട്ടലിൽ തപ്പിപ്പിടിച്ചിട്ട് ഒരു ബിരിയാണി വാങ്ങി. വേറെ ലെവൽ, ഒരു ടേസ്റ്റും ഇല്ല. എന്ത് ഫുഡ് വാങ്ങിയാലും 1 കിലോ ഉള്ളി എന്തായാലും കിട്ടും. അവിടുന്ന് ഒരു ടാക്സിയും പിടിച്ച് അടുത്ത സ്റ്റേഷനിൽ പോയി. നരേൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് രണ്ടാളെ കിട്ടുന്നത്. ഹെയർ കട്ട് നന്നായിട്ടുണ്ട് പറഞ്ഞ് രണ്ടാളെ ഫോണും വാങ്ങി സർക്കബ് വിത്ത് ഫോളോ ചെയ്യിപ്പിച്ച്. വിടില്ല, ഞാൻ ഒരുത്തരെയും വിടില്ല. നരേൽ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് നമ്മൾ റൂം എടുത്ത്. തലേന്ന് നമ്മൾ ലേറ്റ് ആയി എത്തിയതുകൊണ്ട് ഫോണിലാണെങ്കിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ ഒരു പാവ് ബജി കഴിച്ചപ്പോ കണ്ടത് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ച പോലെ ഉണ്ട്. നോക്കിയും കണ്ടൊക്കെ ഫുഡൊക്കെ കഴിക്കുക. രാവിലെ 8:00-ക്കും 10:00-ക്കുമായിട്ട് 2 ട്രെയിനാണ് താഴേന്ന് പോണത്. ഒന്നില്ലെങ്കിൽ രാത്രി നരയിലേക്ക് പെട്ടെന്ന് എത്താൻ നോക്കുക. എന്നിട്ട് രാവിലത്തെ ഏതെങ്കിലും 2 ട്രെയിനിൽ കയറാൻ നോക്കുക. ഇനിയിപ്പോ ഇത് 2 ട്രെയിൻ കിട്ടിയില്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല. ആ സ്റ്റേഷന് പുറത്ത് തന്നെ ഷെയർ ടാക്സി ഒരുപാടുണ്ട്. അതിലേതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ നമുക്ക് മുകളിലെത്താൻ പറ്റും. ട്രെയിനിലാകുമ്പോ ഈ കാണുന്ന വളവൊക്കെ തിരിഞ്ഞെത്തുമ്പോ ഒരു 2.5 മണിക്കൂർ. പക്ഷെ അതിൽ കയറി കഴിഞ്ഞാൽ കാണാനുണ്ട്, ഒരുപാട് ആസ്വദിക്കാനും ഉണ്ട്. ട്രെയിൻ മിസ്സായവർക്കുള്ളതാണ് ഞാനിപ്പോ ഈ പറയുന്നത്. ടാക്സിയും വിളിച്ചപ്പോ നിങ്ങൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അമാൻ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്ക് എത്തും. ഇവിടുന്നാണ് നമ്മൾ ശരിക്കും പീസ്ഫുള്ളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഇവിടുന്നാണെങ്കിൽ ഒരുപാട് ട്രെയിൻ ഉണ്ട്, പേടിക്കാനേ ഇല്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് ട്രെയിനിലല്ല മാത്തേറാനിക്ക് പോണത്. നടന്നു പോകാനുള്ള ദൂരം മാത്രമായതുകൊണ്ട് അതിന്റെ എക്സ്പീരിയൻസ് കൂടി എങ്ങനെയെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. മക്കളെ, ഞാനൊരു കാര്യം പറയാം, എന്റെ ഉള്ളിന്റെ ഉള്ളെന്ന് ഞാൻ പറയണം. എന്തൊക്കെ വന്നാലും ശരി, എന്തായാലും പോയിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് മാത്തേറാൻ. എന്ത് രസമാണെന്ന് അറിയാം, അത്രയും അടിപൊളിയാണ്. വല്ലാത്തൊരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ്. എന്താ ലെവല്. റെയിലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ റൂം എടുത്ത്. ഇവിടുത്തെ റൂം റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ പഴയ ബംഗ്ലാവുകള് പുതുക്കി പണിഞ്ഞൊന്ന് ചെത്തിക്കൊരു സെറ്റപ്പ് ആക്കി വിടുക. അതാണ് ഇവിടുത്തെ പരിപാടി. നമുക്ക് കിട്ടിയത് എസിയോട് കൂടിയുള്ള കുഴപ്പമില്ലാത്തൊരു റൂം. നമ്മളെടുത്ത റൂമിന്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ടോയ് ട്രെയിൻ ഒക്കെ പോണത് കാണാൻ പറ്റും. പിന്നെ വൈകുന്നേരങ്ങളിൽ അവരെ തന്നെ ഒരു പൂളൊക്കെ ഉണ്ട്. ഒന്ന് മുങ്ങിക്കുളിച്ച് നീന്തി റിഫ്രഷ് ആവാനൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി ഏകദേശം ഒരു 7:00-ക്ക് ഇറങ്ങിയപ്പോ കണ്ടൊരു കാഴ്ചയാണ്. ഒരു മനുഷ്യനുണ്ടാവില്ല മക്കളെ, ഭയങ്കര പേടിയുണ്ടാവും ഉള്ളില്. നന്നായിട്ട് വിശപ്പുള്ളതുകൊണ്ട് പേടിച്ച് നടന്ന അങ്ങാടിയിലെത്തി. ഇതാണ് മാത്തേറാൻ അങ്ങാടി. വളരെ ചെറിയൊരു അങ്ങാടി. ഫുഡിന് ഇവിടുന്ന് വാങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. കാരണമുണ്ട്, ഈ പോകുന്ന കുതിരകളെ മുകളിൽ വെച്ചിട്ടാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കടത്തുന്നത്. കുതിര ഇല്ലെങ്കിൽ അഥവാ ഉന്തുവണ്ടി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അവർക്ക് മുതലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ചെറുതായിട്ട് വന്നൊരു അപ്ഡേഷൻ ആണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷ. അതുപോലെ തന്നെ ഇവര് തന്നെ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന ചെരുപ്പുകളാണ് ഇവരിവിടെ കച്ചവടം ചെയ്യുന്നത്. നല്ല കിടിലും വെറൈറ്റി മാലകളും കമ്മലൊക്കെ ഉണ്ട്. നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ആൾക്കാരൊന്നുമില്ല. സാധാരണഗതിയിൽ ഏകദേശം ഒരു 8 മണിയാകുമ്പോ ഹോട്ടലും കാര്യങ്ങളൊക്കെ അടച്ചു തുടങ്ങും. നമ്മളാണെങ്കിൽ പോയ ദിവസം നോക്കിയിട്ട് അവിടെ നല്ല പരിപാടി ഉണ്ടായിരുന്നു. ഗത പിടിച്ച് നല്ല ജിമ്മുള്ള ഹനുമാനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ കുറെ കുതിരകളിലായിട്ട് പഴയകാല രാജാക്കന്മാരും അങ്ങനെ പഴയ വേഷങ്ങളൊക്കെ കിട്ടിയ കുറെ ചക്രവർത്തികളും അവരെ ഭാര്യമാരും അങ്ങനെ എന്തൊക്കെയോ കാണാൻ പറ്റി. ഏതോ ഒരു പഹയൻ ചാമ്പി കൊടുത്തതാണ് ഈ പടക്കം. അതിലൊരു 200 ഷോട്ട് ഉണ്ടെങ്കിൽ 100 പോലും മര്യാദയ്ക്ക് പൊട്ടിയിട്ടില്ല. പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല ചിക്കൻ കറിയും റൊട്ടിയും കൂട്ടി ഫുഡ് അടിച്ച് കഴിച്ചു പുറത്തിറങ്ങിയപ്പോ ഹനുമാനുണ്ട് തീ വിടുന്നു. ഞാനും വിചാരിച്ചു ശരിക്കും ചങ്ങായി ഹനുമാനോ മറ്റോ ആയിരിക്കുമെന്ന്. നോക്കുമ്പോ കൊതൂനിയും ബാറ്റനെയും കൂറിനെയും ഒക്കെ പിടിക്കുന്ന നമ്മളെ ഹിറ്റിന്റെ അറ്റത്ത് അമർത്തി പിടിച്ച് തീ എത്തിച്ച് വിട്ടിക്കണേ. ഇത് വേറെ കുറെ ടീം കണ്ണ് കെട്ടി കാലിൽ വെച്ച് തേങ്ങ കോടാലിയും വെച്ച് അടിച്ചു പൊട്ടിക്കുക. വന്ന പോലെ തന്നെ തിരിച്ച് പേടിച്ച് റൂമിൽ എങ്ങനെയൊക്കെയോ എത്തി. പിറ്റേന്ന് രാവിലെ തന്നെ നല്ല ഊത്തപ്പം കൂട്ടി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളീ പോണത് മാത്തേറാനിലുള്ള നല്ല കിടിലും സ്പോട്ടിലേക്കാണ്. അത് മാത്രല്ല, ഈ കാണുന്ന കുതിരസവാരി മുഖേന
പിന്നെ കുതിര സവാരിനെ കുറിച്ച് പറഞ്ഞ അത് വളരെ നല്ലൊരു ഇതാണ്. എനിക്കാണെങ്കിൽ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കുതിരന്റെ മുകളിൽ കയറി എന്ന ഈ ഇനത്തിലുള്ള താളത്തിൽ പോവാൻ. അങ്ങനെ നമ്മളിപ്പോ ഉണ്ടായിരുന്ന കുട്ടിയും മക്കളും ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് നേരം കുതിരന്റെ മുകളിൽ സഞ്ചരിച്ച ശേഷം ഒരു ഉൾക്കാടിനിടയിലൂടെ നമ്മളിപ്പോ പോണതാണ്. കണ്ടു കഴിഞ്ഞതിന് പേടിക്കുന്ന വരയ്ക്കുന്ന ഒരു വ്യൂ പോയിന്റിക്ക് ഇത്രയും താഴ്ത്തുന്ന മോളിക്കാണ് നമ്മൾ ഈ കയറി വന്നിരിക്കുന്നത്. അവിടുത്തെ അമ്പരിപ്പിക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ എല്ലാവരും കണ്ടതിന് ശേഷം പിന്നെ അത്ഭുതത്തോടു കൂടി പോയ മറ്റൊരു സ്പോട്ടാണ്. ഇവിടുന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ 3 ഭാഗത്തു നിന്നും വരുന്ന ഒരു എക്കോ സ്പോട്ട്. അതൊരു കിർമാണി ഐറ്റം തന്നെയായിരുന്നു. ഒപ്പം കൂടി എല്ലാവരും നിലവിളിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്ത് നല്ല ക്ഷീണണ്ടേ. ആ ക്ഷീണം മാറ്റാനൊന്ന് വെള്ളം തൊട്ട് തലോടാ പറഞ്ഞ് ഒരു പഴയകാല പണിക്കാരുണ്ടാക്കി പൊക്കിയ ഒരു വലിയൊരു ഡാമും പോയി കണ്ട്. ഞങ്ങള് പിന്നെ വെള്ളം തൊടാത്ത നായ്ക്കളായതുകൊണ്ട് വെള്ളവും തൊട്ടില്ല. അങ്ങനെ ഏകദേശം മാക്സിമം സ്പോട്ടൊക്കെ കവർ ചെയ്ത് റൂമിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാളെ നമ്മൾ കയറാനിരിക്കുന്ന ടോയ് ട്രെയിൻ കണ്ട് വീണ്ടും വീണ്ടും കൊതിക്കുകയാണ്. നമ്മളെ വീഡിയോ കണ്ട് പോകുന്നവർക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഈ കാണുന്ന ബോർഡിന്റെ ബാക്കിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ 105/4 താഴെയായിട്ട് ഒരു കല്ലുണ്ട്. ആ കല്ലൊന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ അതിനടിയിലും ഉണ്ടാവും. മൂന്നാമത്തേത് 105/5 ബാക്കിലായിട്ട് ചെറിയൊരു വേര് പോകുന്ന ഒരു അടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 ഭാഗങ്ങളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒടുക്കം നമ്മൾ കാത്തിരുന്ന് കൊതിച്ച ആ ദിവസം എത്തി. അതെ, നമ്മളിന്ന് ടോയ് ട്രെയിനിൽ കയറാൻ പോവാണ്. ഇതാണ് മാത്തേറാൻ റെയിൽവേ സ്റ്റേഷൻ. ആരും കണ്ടില്ല പറയണ്ട. നമുക്ക് പോവാനുള്ള ട്രെയിനാണ് ഈ വരുന്നത്. സത്യം പറയല്ലോ, നല്ല പൂതിയുണ്ട്, നല്ല ആവേശമുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. ഇതാണ് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. അങ്ങനെ മക്കളെ, നമ്മളെ വണ്ടി മൂവിംഗ് ആയി. എന്താ പറയാ, വളരെയധികം മെല്ലെയാണ് നമ്മളെ വണ്ടി പോണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിൽ ഇരുന്ന മുഴുവൻ കാഴ്ചകളും വിടാണ്ട് കാണാൻ പറ്റും. സത്യം പറഞ്ഞ അടിപൊളിയാണ്, വേറെ ലെവലാണ്. ടോയ് ട്രെയിനോട് കൂടി മാത്തേറാൻ അവസാനിച്ചു. പിന്നെ കയറിയത് മുംബൈ ടു ഷർണൂർ. AC ആണ് നോക്കിയത്. വെക്കേഷന്റെ തിരക്ക് കാരണം സ്ലീപ്പർ തന്നെ കിട്ടി. അങ്ങനെ അന്തം വിട്ട കുന്തം പോലെ കടന്നുറങ്ങി എണീച്ചതും ഷൊർണൂർ എത്തിയതും വ്ളോഗർ അസ്ലമിനെ കണ്ടു. അങ്ങനെ അവിടുന്ന് കുളിക്കാത്ത ഞാനും അസ്ലമും കൂടി നല്ല വലിയൊരു പുഴയോ കുളവോ എന്തേലൊക്കെ തപ്പിപ്പോയി. പിന്നെ സോപ്പൊക്കെ വാങ്ങി ഒരു പുഴയ്ക്ക് എത്തിച്ചു അസ്ലം. മുംബൈയിൽ നിന്ന് വെള്ളം കാണാണ്ട് വന്ന ഞാൻ പറക്കും തളികയത്ത് വാസന്തിനെ പോലെ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നു. അവിടുന്ന് നേരെ ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല അടിച്ച പൊറാട്ടയും ബീഫും അങ്ങോട്ട് അടിച്ചു കയറ്റി. അങ്ങനെ കുറച്ച് നിമിഷം കൊണ്ട് ഒരുപാട് മെമ്മറീസ് വന്ന് അസ്ലമിന് സലാം പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴാണ് നമ്മളെ സ്വന്തം ഫോളോവറായ മുസമ്മിലിക്കാനെ കാണുന്നത്. മൂപ്പരന്റെ വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മൂപ്പര് വാങ്ങിയ ജ്യൂസിനോടൊപ്പം സന്തോഷത്തിൽ എനിക്കൊരു ജ്യൂസ് തന്നു. സത്യം പറയാ മുസമ്മിലിക്ക ഒരുപാട് സന്തോഷമായി എനിക്ക്. സത്യമായിട്ട് ഈ ഒരു യാത്രയിലൂടെ എനിക്ക് വല്ലാത്തൊരു മെമ്മറിയാണ് ഉണ്ടാക്കി തന്നത് എല്ലാവരും. അങ്ങനെ ഉച്ചയോടുകൂടി എന്റെ ഡ്രൈവറോടൊപ്പം ഞാൻ വീട്ടിൽ പോയി. അപ്പസലാം.